എനിക്ക് ഇപ്പോഴും ഇതിൻ്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ. സ്ക്രിപ്റ്റ് ഒക്കെ വസി എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതുവരെ ഇപ്പം ഇവരിങ്ങനൊരു കാര്യം എൻ്റെ അടുത്ത് നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. ഇപ്പോൾ ലുക്കുവിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയൊരു സാധനം. അപ്പോൾ ലുക്കുവിനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിൽ ഇവിടെയൊക്കെ അറിയാം. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷതൊക്കെ എഴുതുന്നു. മോസ്റ്റ്ലി കഠിനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ബേസിലിൻ്റെ വഴിയൊക്കെ നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവർ നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫായാലും അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അളിയ ഇതൊന്ന് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല ഇത്തരം. പക്ഷേ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് ഡേ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു കളിയാ ഇത് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹസിൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, കാരണം ധ്യാൻ ഇതുവരെ കാണാത്ത രീതിയിൽ ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ധ്യാൻ ചെയ്യുന്നുള്ളത്. ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാൽ മറ്റൊരു നായകൻ ലുക്മാൻ അവറാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ്. ഇതിലെ പ്രത്യേകിച്ച് ലുക്മാൻ ഇതിൽ ഓരോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്മാൻ ആണ് ഈ ചിത്രത്തിൽ. പക്ഷെ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് ഈ കഥാപാത്രത്തെ കുറിച്ച്? ഹലോ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവർ അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു. ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിലെത്തുക, അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്.